ഈ മക്കൾക്ക് പനി പിടിക്കും. അവിടെ അമ്മ വിച്ചുവനെ കുളിപ്പിക്കുന്നോണ്ടാണോ മുന്നിൽ വാലടച്ചിട്ടിരിക്കുന്നത്? പിന്നെ ഇവന്റെ ശബ്ദം കേട്ടോണ്ടാ ഞാൻ ഇവിടെ ഒന്ന് നോക്കി. ഇല്ലെങ്കിൽ ഇവിടെ ആരും ഇല്ലെന്ന് കരുതി ഞാനങ്ങ് തിരിച്ചു പോയനെ. വിച്ചുട്ടാ ദേ നിന്റെ ചോക്ലേറ്റ്. ഇവനെ തല തോർത്താൻ നിക്കുന്നില്ല ഇന്ദിര. ദേ അച്ഛൻ നിനക്ക് ചോക്ലേറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അനുസരണയുള്ള കുട്ടികൾക്ക് ചോക്ലേറ്റ് കൊടുക്കൂ. ഇനി വിച്ചൂട്ടൻ ബാബനും അമ്മയെ അനുസരിക്കും അല്ലടാ കുട്ടാ? അമ്മ എടുത്തോണ്ട് പോട്ടോ. വാ ഇന്ദിര. നമുക്കേ അകത്ത് പോയിട്ട് സുന്ദരനാകാം. അനുവിടെ ഭാനുമ്മേ കിച്ചണിലാണോ? അവളിവിടെ ഇല്ല. അതല്ലേ ഉമ്മറവാതിൽ അടച്ചിട്ടത്. അനു എവിടെ പോയതാ? അവള് എന്തൊക്കെയോ സാധനം വാങ്ങിക്കാൻ പോയതാന്ന് തോന്നുന്നു. നീ കേറിയിരിക്ക. ഇല്ല ഭാനുമ്മേ, അനു ഇല്ലല്ലോ. അവളെപ്പോ വരുമെന്ന് ഭാനുമ്മയ്ക്ക് നിശ്ചയമില്ലല്ലോ. അനു സാധനങ്ങൾ വാങ്ങാൻ പോയതല്ലെന്ന് ഭാനുമ്മയുടെ സംസാരം കേട്ടാ അറിയാം. വെച്ചുട്ടാ ദാടാ നിന്റെ ചോക്ലേറ്റ്. അമ്മ വരുമ്പോഴേ അച്ഛൻ വന്നു പറഞ്ഞേക്കെ കേട്ടോ. ഉമ്മ വന്നേ. പോട്ടെടാ. ടാറ്റാ. ഇന്ദിര, അനുവിനെ കാര്യമായിട്ട് എന്തെങ്കിലും അറിയിക്കാമെന്നാണോ? അങ്ങനെ കാര്യമായിട്ടൊന്നും ഇല്ല ഭാനുമ്മേ. അവള് പ്രതിഭയുടെ വീട്ടിൽ പോയ കാര്യം ഭാനുമ്മയോട് പറഞ്ഞു കാണുമല്ലോ. അവിടെ വെച്ച് സുശീലയെ കണ്ട കാര്യം പറഞ്ഞു. അതെന്തായി? ഓണത്തിന് മുമ്പ് പ്രതിഭയെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരാനാ അമ്മയുടെ തീരുമാനം. സത്യനും അത് അംഗീകരിച്ചു. ആ കാര്യം അനുവിനോടും പറയണമല്ലോ. ഇനിയിപ്പോൾ അവളോട് അങ്ങോട്ട് പോയി പ്രതിഭയുടെ കാര്യത്തൊന്നും ഇടപെടരുതെന്ന് ഭാനുമ്മ കൂടി ഒന്ന് പറയണം. എന്തിനാ വെറുതെ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെട്ട് അമ്മയെ ഉറപ്പിക്കുന്നത്? അതുകൊണ്ട് അനുപമയ്ക്ക് സ്വസ്ഥതക്കേടെ ഉണ്ടാവും. അത് ശരിയാ, അനുവിന് സ്വസ്ഥതക്കേടേ ഉണ്ടാവൂ. പക്ഷേ പ്രതിഭയുടെ കാര്യത്തിലേ അനു ഇടപെട്ടതിന് ശേഷം ആ സുശീല നിലപാട് മാറ്റിയത്. നിങ്ങൾ എല്ലാവരും അത് ഓർക്കണം. എന്തായാലും ഒരു ജ്യോത്സ്യം പറഞ്ഞതിന്റെ പേരിൽ കുഞ്ഞിനെ വേണ്ടെന്ന് വെച്ച സുശീല വേറൊരു ജ്യോത്സ്യരുടെ വാക്ക് കേട്ട് ആ കുഞ്ഞ് ജനിക്കട്ടെ എന്ന് തീരുമാനിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇന്ദിര. അതുകൊണ്ട്